ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ മഹേശ്വരി. ഫിജിക്കാർട്ട് കമ്പനിയുടെ ദുബായ് ട്രിപ്പ് കോൺടെസ്റ്റ് അച്ചീവ് ചെയ്ത് 3 ദിവസമായി ദുബായിൽ വന്ന് ദുബായ് സിറ്റി കാണാൻ സാധിച്ചു. ഒരു 25 വർഷമായി ഒരു തരിശുഭൂമിയായിരുന്ന ദുബായിയെ ഈ ഒരു ഹൈടെക് സിറ്റിയാക്കി മാറ്റിയ ആ ഭരണാധികാരിയുടെ ആ ഒരു ചിന്താഗതിയെ വളരെയധികം ഇൻസ്പിറേഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ദുബായ് എന്ന് പറയുന്ന ഈ ഒരു സിറ്റി ക- കേട്ട് അറിവ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വന്ന് കണ്ടപ്പോഴാണ് ഇവിടെയുള്ള ഓരോ കാര്യങ്ങളിലും ഒരു പ്രത്യേകതയുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നത്. 3 ദിവസം വളരെ സന്തോഷം. ഒരു ഗ്രാൻഡ് മോസ്ക് കാണാൻ സാധിച്ചു അബുദാബിയിലുള്ളത്. അത് ഭയങ്കര ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും വലിയ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ചിന്താഗതി കൂടി എന്താണ് വളരെ വലുതാകുന്നു. അതുപോലെ തന്നെ മിറാക്കിൾ ഗാർഡൻ വളരെ ഒരു അത്ഭുതം തന്നെയാണ്. ഈ മരുഭൂമിയിൽ ഇത്രയും വലിയ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് വെള്ളത്തിൻ്റെ പരിമിതിയുള്ള ഒരു സ്ഥലം എന്നിരുന്നാൽ പോലും ഭയങ്കര ഒരു സിറ്റിയായി തന്നെയാണ് ദുബായ്. വളരെയധികം ഇൻസ്പിറേഷനാണ് ഞങ്ങളുടെ ലൈഫിൽ 3 ദിവസം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. അത് വെറും ഒരു എന്താ പോഷ് സിറ്റി കണ്ടതല്ല. നമ്മൾ ധാരാളം സിറ്റികൾ കേട്ടറിവുണ്ട്, ഇതുപോലെയുള്ള വലിയ പോഷായിട്ടുള്ള സിറ്റികളൊക്കെ. പക്ഷേ നമുക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മരുഭൂമിയിൽ ഇത്രയും വലിയൊരു സംഭവം അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് ഞങ്ങൾക്കൊക്കെ തന്നിരിക്കുന്നത്. ദുബായ് കോൺടെസ്റ്റ് വെച്ച നമ്മുടെ കമ്പനി മാനേജ്മെൻറ്റിനോടും അതിനേക്കാൾ ഉപരി ബോച്ചെ എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ എന്താ ഒത്തിരിയും പേരുടെ ജീവിതത്തിൽ അദ്ദേഹം ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറക്കാൻ ആവാത്തൊരനുഭവമാണ് അദ്ദേഹം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ദുബായ് സിറ്റി ഉണ്ടാക്കിയ ഭരണാധികാരിയുടെ ചിന്താഗതി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിനെ നമ്മളിപ്പോൾ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം 3 ദിവസം ഒരു ടൂർ ഗൈഡ്, ആദ്യത്തെ ദിവസം ഷെരീഫിക്ക ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ദിവസം നൗഷാദിക്ക ഉണ്ടായിരുന്നു. രണ്ടുപേരോടും വളരെ ഇന്നസെൻ്റായിട്ട് വളരെ പ്ലസൻ്റായിട്ട് ഞങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളെ പറ്റിയും പറഞ്ഞു തന്നു. അദ്ദേഹത്തിനോട് രണ്ടുപേരോടുമുള്ള നന്ദി ഈ ഒരു അവസരം അറിയിക്കുകയാണ്. അതിനേക്കാൾ ഉപരി NSTM പ്രവീൺ സാർ ഞങ്ങളോടൊപ്പം യാതൊരു ജാടയുമില്ലാതെ ഫസ്റ്റ് റാങ്കിൻ്റെ ഒരു അഹങ്കാരവും ഇല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ക്ഷമയോടുകൂടി സഹിച്ചതിന് നന്ദി അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ എല്ലാ കോൺടെസ്റ്റ് അച്ചീവ് ചെയ്ത എല്ലാവരോടും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ലീഡേഴ്സിനോടും എല്ലാവരോടും നന്ദി ഈ ഒരു അവസരം അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.